നമസ്കാരം. ഉമ്മൻചാണ്ടി ഫാൻസുകാർ ആ കെ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നു. ഇപ്പോ വല്ലാതെ തിളച്ചു മറിയുകയാണല്ലോ. എന്തിനു വേണ്ടിയാണ് ഈ തിളപ്പ് നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയാത്തത്. വി എസിനെ സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ വാചകങ്ങൾ പുണ്യാളൻ എന്ന വാക്ക് പറഞ്ഞതിൽ നിന്ന് വല്ലാതെ കുരുപൊട്ടി അരുൺകുമാറിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവർ കെ ഷാഹിന വളരെ കൃത്യമായിട്ട് വി എസിനെയും ഉമ്മൻചാണ്ടിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ വായന എന്നൊരു കാര്യം അത് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവം സഹായിച്ച് നടക്കണ കേസല്ല. അതുകൊണ്ട് അവർക്കൊന്ന് കേൾപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാര്യം ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. ആ നിലയ്ക്ക് കെ ഷാഹിന ഇപ്പോ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് കൃത്യമാണ്. മനസ്സിലാക്കേണ്ടവർക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ഭാഷയിലാണ് ആ പോസ്റ്റ് കുറിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു, സൗമ്യനായിരുന്നു, കോൺഗ്രസ് അനുഭാവികളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. കാരണം വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തെ വിശ്വാസത്തിന് വേണ്ടിയും തരാതരം പോലെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ. ഭരണഘടന അനുശാസിക്കുന്ന നെഹ്റു ഉയർത്തിപ്പിടിച്ച സെക്യുലറിസം ഇതല്ലല്ലോ എന്നൊന്നും ഓർത്ത് തല പുണ്ണാക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല, അതിനെ പരിഹസിക്കേണ്ടതുമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും താരതമ്യം ചെയ്ത് രണ്ടുപേരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമമുണ്ടല്ലോ, അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഒരാൾ കേരള ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായ ഏറ്റവും പിന്തിരിപ്പനായ വിമോചന സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ്. നത്തിങ് മോർ നത്തിങ് ലെസ്. അതായത് ഉത്തമ, ഒരാൾ പാളയിൽ കഞ്ഞി കുടിപ്പിക്കാനും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കാനും ശ്രമിച്ച ദളിതനായ ചാത്തൻ മന്ത്രി പൂട്ടാൻ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റിന്റെ വക്താവ്. മറ്റേയാൾ അത് തടഞ്ഞ സാധാരണ മനുഷ്യരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവർക്ക് ആത്മാഭിമാനത്തോടെ നിവർന്നു നിൽക്കാനും വേണ്ടി പോരാടിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. സോറി, ദേ ആർ നോട്ട് ദ സെയിം. അതുകൊണ്ട് ബലികുടീരത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കേണ്ടതില്ല. അവർ മതവിശ്വാസികളാണ്, അവർ വിശ്വസിച്ചോട്ടെ. പക്ഷേ വി എസും ഉമ്മൻചാണ്ടിയും ഒരേപോലെ ആയിരുന്നു എന്ന ആ നരേറ്റീവ് ഉണ്ടല്ലോ, അതിനിടാൻ പറ്റിയ ഇമോജി ഒന്നും ഫേസ്ബുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അതായത് ഫേസ്ബുക്കിൽ ഇപ്പോ കോൺഗ്രസ്സുകാർ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വി എസിനെ പോലുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്നാണ്. എങ്ങനെ പറയാൻ തോന്നുന്നടേ എന്ന് ചോദിക്കുകയാണ്. അതായത് സകല പ്രിവിലേജുകളിലൂടെ ജീവിച്ച് വളർന്നൊരു മനുഷ്യനും ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് സകലതിലൂടെയും നടന്ന് സ്വയം പടവെട്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു വന്ന വ്യക്തികൾ ഇക്വലന്റ് ആണെന്ന് പറയാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ, അതിനെയാണ് കോൺഗ്രസ് എന്ന് വിളിക്കേണ്ടി വരുന്നത്. അവിടെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആ തലച്ചോറുകളെയാണ് പരിഹസിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. കാര്യം പ്രിവിലേജ് ഉള്ള മനുഷ്യന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള എളുപ്പവും, എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അനാഥനായിട്ടുള്ള വ്യക്തിക്ക് ഈ രീതിയിലേക്ക് വളർന്നെത്താൻ വേണ്ട അവസരം ഒരുങ്ങിയത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ വി എസ് കടന്നുപോയ പാത തീച്ചൂളയുടെ പാതയാണെന്ന് പറയേണ്ടി വരും. അത് കെ ഷാഹിന കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ചറിവുള്ള അരുൺകുമാറും പറഞ്ഞു. അത് പൊള്ളിച്ചെങ്കിൽ ആ പൊള്ളൽ യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോഴുള്ള പൊള്ളലാണെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ചിന്തിക്കുന്ന മനുഷ്യർക്കറിയാം എന്താണ് അരുൺകുമാർ പറഞ്ഞതെന്ന്. ഫാൻസ് അടിമകളെ സംബന്ധിക്കുന്നിടത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ വച്ചനത്തുക എന്നതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് പുണ്യാളൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പേര് പറയാതെ പുണ്യാളൻ എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ എന്തോ നാടേ കോൺഗ്രസിന്റെ ഗാന്ധിയൻ ആശയമെന്ന് തിരിച്ചു ചോദിക്കാനേ നിർവാഹമുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്.